രാവിലെ വിശന്നിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, എല്ലാവരും വിശന്ന് കണ്ണ് കാണാതായി പോയെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ബിഗ് ബോസിനകത്ത് അടിയായിരുന്നു. ഷാനവാസും ശരത്തും തമ്മിലടി, ഒനിയിലും അക്ബറും തമ്മിലടി. അങ്ങനെ അടിയോടടിയാണ്, മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പായിരുന്നു. അപ്പൊ ആ അലമ്പിന്റെ ഇടയ്ക്ക് അക്ബർ ഒനിയിലിന് നല്ലൊരു തെറി വിളിച്ചു. ഒനിയിൽ അത് കഴിഞ്ഞപ്പം തൊട്ട് ബിഗ് ബോസിനോട് ഇങ്ങനെ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവന് പനിഷ്മെന്റ് കൊടുക്കണം, അവൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേതാണ് മറിച്ചാണെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഫുഡ് കിട്ടി, ആ ഫുഡിനകത്ത് തുപ്പൽ തെറിക്കുന്നു പറഞ്ഞ് ബിന്നി കുറച്ച് ബഹളം ഉണ്ടാക്കി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. അതിന്റെ കൂട്ടത്തിൽ വേഗാത്ത ഫുഡാണ് കിട്ടിയത്, ഇതിങ്ങനെ കട്ടി കൂടിയതാണെന്ന് പറഞ്ഞാൽ അത് ഗിസേലിന് ഭയങ്കര വിഷമമായി. ഗിസേൽ വേറെ ചപ്പാത്തി ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് രാവിലെ നടന്നത്. പിന്നെ ഗെയിം തുടങ്ങിയത് ഇതാണ്. കഴിഞ്ഞ ദിവസം മാറ്റി നിർത്തിയ അനീഷ്, രേണു, റെന, സരിത, ഒനിയില്, ഇത്രയും പേർക്ക് അതിൽ 2 പേർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇതാണ് പറഞ്ഞത്, എവിടേക്കെങ്കിലും അജ്ഞാതവാസമാണ് ഇവർക്ക് വിധിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫോൺ ഉണ്ടാവില്ല, അതായത് ക്യാമറ ഉണ്ടാവില്ല, മൈക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തൊക്കെയാണെന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷെ അങ്ങനെ അജ്ഞാതവാസം, അതായത് സസ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ ഈ ഷോയിൽ നിന്ന്. അതായത് പൊതുജനങ്ങൾക്കും അവരെ കാണാൻ സാധിക്കില്ല, അവരുടെ ഒരു വീഡിയോസും ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ട്രാപ്പ് തന്നെയാണ്. കാരണം അവിടെ ക്യാമറ ഒന്നും വെച്ചിട്ടില്ലെന്ന് അറിയുമ്പോൾ നമ്മുടെ തനി സ്വരൂപം പുറത്തു വരുമല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനകത്ത് സംഭവിച്ചത് ഇതാണ്, അതിനകത്ത് 2 പേരെ കൂട്ടത്തിൽ കൊണ്ടുപോകാം. നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളെ കാല് വാരത്തില്ലെന്നുള്ള 2 പേരെ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാം. ഇതായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അനീഷ അനുവിനെയും ശരത്തിനെയാണ് സെലക്ട് ചെയ്തത്. ആദ്യം വന്ന റെന ഫാത്തിമ, ഗിസേലിനെയും ആര്യനെയും സെലക്ട് ചെയ്തു. അങ്ങനെ ഓരോരുത്തരും ഈ 2 പേരെ സെലക്ട്. രേണു അവസാനമാണ് വന്നത്. രേണുവിന് ആരെയും കിട്ടിയില്ല. പിന്നെ ശൈത്യം ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എനിക്ക് നിങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരെയൊക്കെ ഞാൻ എല്ലാവരും കൊണ്ടുപോയി, എനിക്ക് നിങ്ങളെ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് സംഭവം. സരിത KB ആണെങ്കിൽ ബിന്നിയും മറ്റേ അവരെ ആദിൽ അന്നൂറെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് പണിയെന്ന് പറഞ്ഞാൽ ഈ 6 പേർക്ക് അല്ലെങ്കിൽ 2 പേർക്ക് പോകുന്നവർക്ക് മാത്രമല്ല, 2 പേര് പോകുന്നവര് അവരുടെ കൂട്ടത്തിൽ 2 പേര് പോകുന്നവർക്കും കൂടിയാണ് ഈ പണി സത്യത്തിൽ വന്നിരിക്കുന്നത്. അത് എന്താ സംഭവിക്കാൻ പോകുന്നത്, ചിലപ്പോൾ ഇവര് പറയുന്നതിനനുസരിച്ച് ഇവര് കാലുവാരും ഒക്കെ ചെയ്യുമായിരിക്കും. അതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ക്യാമറ ഇല്ലെന്ന് പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ആണെങ്കിൽ ഒരു ഗെയിം ആവത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഉറപ്പായിട്ടും ക്യാമറ ഉണ്ടാവും. ഇവരെ ക്യാമറ ഇല്ലെന്ന് പറയുന്നത് വിശ്വസിക്കുമ്പോൾ ഇവരെന്തൊക്കെയാണോ അവിടെ കാണിച്ചു കൂട്ടുന്നത് അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലല്ലേ ഇതിൽ നിന്ന് നമുക്ക് അവരെ പുറത്താക്കണോ വേണ്ടതൊക്കെ തീരുമാനിക്കാം. അതായിരിക്കണം ചിലപ്പോൾ ബിഗ് ബോസ് കരുതിയിരിക്കുന്നത്, എന്താണെന്ന് അറിയില്ല. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പോകുന്നതേ ഉള്ളൂ. അവരെ ഇപ്പം ഇത്രയും പേരെ സെലക്ട് ചെയ്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നമുക്ക് എന്താണെന്ന് ഉച്ച കഴിഞ്ഞ് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അവര് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിയിട്ടുണ്ട്, ചെതറിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം.